CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിനെ അനുസ്മരിച്ച് ക്രൈസ്തവർ ഓശാന ആചരിച്ചു. ഓശാനയുടെ വലിയ നോമ്പിലെ വിശുദ്ധ വാരത്തിലേക്ക് വിശ്വാസി സമൂഹം പ്രവേശിച്ചു. അനങ്ങിയാൽ സമരം നടത്തുന്ന ഇടതുപക്ഷ സംഘടനകൾ ഒരു നാടിന്റെ പ്രധാന വിഷയമായ PWD റോഡ് വെട്ടിമുറിക്കുന്നതിനെതിരെ മിണ്ടാതിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് സാഹിത്യകാരൻ P. സുരേന്ദ്രൻ. മതിലാങ്ങുന്ന സർവകക്ഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ദേശീയപാത ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ മാർ ഒസ്താത്യോസ് ലീബ ബാവയുടെ 94ാമത് ഓർമ്മ പെരുന്നാൾ ആചരിച്ചു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബയ സുറിയാനി പഴയ പള്ളിയിലെ മോർ യാക്കോബ് മഫസ്കോ യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന സ്ലീബ മോർ ഒസ്താത്യോസ് ബാവയുടെ 94ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് 19ാമത് കാൽനട തീർത്ഥയാത്ര നടത്തി. ആലത്തൂർ പാർലമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണൻ കുന്നംകുളം വെസ്റ്റ്, സൌത്ത്, ആർത്താറ്റ് മേഖലകളിൽ പര്യടനം നടത്തി. മേഖലയിലെ ആരാധനാലയങ്ങൾ സന്ദർശിച്ചായിരുന്നു പ്രചരണത്തിന് തുടക്കം. UDF വടക്കേക്കാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് MNT ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ വടക്കേക്കാട് മണ്ഡലം പ്രസിഡന്റ് അജയ്കുമാർ വൈലേരി അധ്യക്ഷത വഹിച്ചു. LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം CITU എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു. ആർത്താറ്റ് മാർത്തോമ തീർത്ഥകേന്ദ്രത്തിലെ പുതുഞായർ തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരുനാളിനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന സപ്ലിമെന്റിന്റെ പ്രകാശനം ഓശാന ഞായർ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ നിർവഹിച്ചു. വേലൂർ മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാചരണ ചടങ്ങുകൾക്ക് തുടക്കമായി. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നത്. മണിമലർക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ മണിമലർക്കാവ് വാദ്യകലാ സമിതിയിലെ വിദ്യാർത്ഥികൾ ഗുരുവായൂർ ശ്യാമളന്റെ നേതൃത്വത്തിൽ തായമ്പക അവതരിപ്പിച്ചു. പൊതുജനങ്ങളിൽ കൃത്യമായ ആരോഗ്യ ബോധവൽക്കരണം നൽകുക വഴി ജീവിതശൈലി രോഗങ്ങളെയും പകർച്ചവ്യാധികളെയും നിയന്ത്രിക്കാൻ കർമ്മ പദ്ധതിയുമായി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിഭാഗം കലാരൂപങ്ങളിലൂടെ വേറിട്ട രീതിയിൽ ജനങ്ങളിലേക്ക് ബോധവൽക്കരണം എത്തിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ ലക്ഷ്യം. പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് രാജൻ. കഴിഞ്ഞ ദിവസം വൈകിട്ട് പെരുമ്പിലാവ് സെന്ററിലെയും റോഡരികിലെയും പൊന്തക്കാടുകൾ വെട്ടിമാറ്റി തന്റെ സാമൂഹ്യ സേവനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ രാജൻ കടവല്ലൂർ. 6 വയസ്സുകാരൻ KS ആരവിന്റെ ചികിത്സയ്ക്കായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി 1 ലക്ഷം രൂപയുടെ ധനസഹായം നൽകും. ആരവിന്റെ ശസ്ത്രക്രിയയ്ക്ക് പണം കണ്ടെത്തുന്നതിനായി ചികിത്സാ സഹായ സമിതിയും രൂപീകരിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിലെ KCYM സംഘടനയുടെ നേതൃത്വത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജനാധിപത്യത്തെ വിലങ്ങുവയ്ക്കുന്ന സമീപനമാണ് മോദിയുടേതെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതി സംരക്ഷണ സംഘം കേരളവും പ്രൈസ് ആൻഡ് ഫിലിപ്പ് ഫൗണ്ടേഷനും സംയുക്തമായി കുന്നംകുളത്ത് കാലാവസ്ഥാ ദിനം സംഘടിപ്പിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ടൗൺ വെസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 2024-25 വർഷത്തേക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും ഇഫ്താർ വിരുന്നും നടന്നു. ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിനെ അനുസ്മരിച്ച് ക്രൈസ്തവർ ഓശാന ആചരിച്ചു. ദേവാലയങ്ങളിൽ ഓശാന ആചരണം ഭക്തി നിർഭരമായി. റമളാൻ വിശുദ്ധിയുടെ കർമ്മസാഫല്യം എന്ന പ്രമേയത്തിൽ SKSSF പന്നിത്തടം യൂണിറ്റ് സംഘടിപ്പിക്കുന്ന മുഹമ്മദ് സാലിഹ് അൻവരി ചേകന്നൂരിന്റെ റമളാൻ പ്രഭാഷണത്തിന് തുടക്കമായി. പന്നിത്തടം മർഹൂം അസ്ഹരി തങ്ങൾ നഗറിൽ കൊച്ചുകോയ തങ്ങളുടെ മക്കാം സിയാറത്തോടെയാണ് തുടക്കമായത്. ജമാഅത്തെ ഇസ്ലാമി എടക്കഴിയൂർ ഏരിയ ഖുർആൻ സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് BV ജമീല സാഹിബ് ഉദ്ഘാടനം ചെയ്തു. ഖുർആൻ പഠനത്തിനും പാരായണത്തിനുമൊപ്പം ഖുർആനെ പിന്തുടരാൻ കൂടി വിശ്വാസികൾ തയ്യാറാകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിലൂടെ അവർ ആഹ്വാനം ചെയ്തു. പഴഞ്ഞി ഐനൂർ ചുണ്ടമ്പറ്റ കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഉത്സവത്തിന് തുടക്കമായി. പെരുമ്പിലാവ് LMUP സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ സെറമണി നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സെറമണി വാർഡ് മെമ്പർ നിഷ ആരേക്കത്ത് ഉദ്ഘാടനം ചെയ്തു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.